ഞാൻ ജോജി ജോസഫ് മഠത്തിൽപ്പറമ്പിൽ. ഇന്ന് ഒക്ടോബർ 1, വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ ഓർമ്മദിനം. ലിസ്യുവിലെ സ്നേഹോദ്യാനത്തിൽ നിന്നും ഒരു ചെറു പുഷ്പം വിശുദ്ധ കൊച്ചു ത്രേസ്യ. ദൈവിക സ്നേഹം സപ്തവർണ്ണങ്ങളിൽ മാംസം ധരിക്കുന്ന അവിസ്മരണീയ കേദാരമായ കുടുംബത്തെ സ്വപ്നം കണ്ട് ഒരു ദാമ്പത്യം അലൻസോണിലെ നേത്രഡാം ദേവാലയത്തിൽ. വരൻ ലൂയി മാർട്ടിൻ, വധു സെലിഗ്രി. സ്വർഗാനന്ദം സ്നേഹത്തിൽ പൂർണ്ണമയായി കാണാൻ കൊതിച്ച ആ കുടുംബത്തിൽ തങ്ങൾക്കുണ്ടായ കനിഷ്ഠപുത്രി കൊച്ചു റാണിക്ക് മരീ ഫ്രാൻസുവാസ് തേരസ് എന്ന് മാമോദിസ പേര് നൽകി. മാതൃസ്നേഹത്തിൻ്റെ മസൃണതയും നിപുണതയും നിറഞ്ഞു നിന്ന ശൈശവകാലത്ത് തന്നെ റോസാപ്പൂ വല്ലി കൊണ്ട് തിരുവരുളിക്ക് തൊട്ടുവണങ്ങുന്നത് പരമാനന്ദമായി കണക്കാക്കി ആ കൊച്ചു റാണി. ഞായറാഴ്ച ദിനങ്ങളെ ആഴ്ച മുഴുവൻ നമ്മെ സ്നേഹിക്കുന്ന നല്ല ദൈവത്തിൻ്റെ ദിനമായി കണ്ടു ആ സഹോദരി. ഇടവക ദേവാലയത്തിലെ ബലിയർപ്പണം സ്വർഗീയ ഭവനത്തിലെ ദൈവപിതാവുമൊത്തുള്ള അനന്ത സൗഭാഗ്യത്തെ വിഭാവനം ചെയ്തു. നശ്വരങ്ങളായ സന്തോഷങ്ങളുടെ മായാവലയത്തിൽ തങ്ങളെ തന്നെ നഷ്ടപ്പെടുത്താതെ ഇഹത്തിൽ മനസ്സാ ദാരിദ്ര്യം വഹിക്കുവാൻ തൻ്റെ പ്രഥമ ദിവികാരത്തിൽ തന്നെ ആ കുഞ്ഞ് മിഷണറി മനസ്സ് മുദ്രിതമാക്കി. ആത്മന കുരിശിൻ ചുവട്ടിൽ നിന്നും ലഭിക്കുന്ന മഞ്ഞുതുള്ളികൾ സ്വീകരിച്ച് ആത്മാക്കൾക്ക് തളിച്ച് ആശ്വാസം കൊടുക്കുവാൻ ആഗ്രഹിച്ചു ആ വിശുദ്ധ. ആത്മാക്കളെ തേടിയുള്ള ജൈത്രയാത്രയിൽ വിശ്വസഹോദരത്തിൻ്റെ കാഹളത്തിന് മുറുക്കിക്കൊണ്ട് ചെറുപുഷ്പം മുന്നേറി. കൊലക്കയറിന് വിധിക്കപ്പെട്ട വലിയ കുറ്റവാളി ഫ്രാൻസിനിയുടെ ആത്മാവിനെ പോലും നഷ്ടപ്പെടുത്താത്ത രീതിയിൽ ആ വിശുദ്ധ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. ഒടുവിൽ ഫ്രാൻസിനി കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ പശ്ചാത്തപിച്ച് 3 പ്രാവശ്യം കുരിശുരൂപത്തിൽ ചുംബിച്ചു. നിദ്രാവിവശയായ പ്രപഞ്ചത്തിനുമേൽ വെണ്ണില വെളിച്ചമായി ഒഴുകി നടന്നു ആ കുഞ്ഞു പുഷ്പം. നല്ല ദൈവത്തിന് അർത്ഥം നൽകുവാനുള്ള പൂവായി സ്വയം കരുതി. സഭാപ്രസംഗം 2:11 പറയുന്നത് പോലെ നശ്വരവസ്തുക്കളെല്ലാം ശൂന്യമെന്നും സൂര്യന് താഴെ സമസ്തവും മനോവൃദ്ധിയെന്നും ഉൾക്കൊണ്ടിരുന്നു. വിശുദ്ധിയുടെ ഉന്നത ശ്രേണിയിലെത്തുവാൻ വലിയ ഗോവണി കയറിയില്ല. പ്രാപ്യനായ നല്ല ദൈവത്തിന് അപ്രാപ്യമായ ആശകൾ സമർപ്പിച്ചു. സ്വയം ഇല്ലാതായി മറ്റുള്ളവരെ ഉയർത്തിയ ഈശോയെ മാർഗദീപമായി കണ്ടു. വചനം പോലെ സ്വർഗത്തിൽ കാത്തിരുന്ന സ്നേഹധനൻ്റെ സവിധത്തിലേക്ക് അവൾ ഓടിക്കയറി. കാരണം കൂട്ടി വായിക്കുവാൻ പഠിപ്പിച്ചപ്പോൾ ആദ്യം വായിച്ച വാക്ക് സ്വർഗമെന്നായിരുന്നു. അനുസരണ സ്നേഹത്തിന് തുറമുഖത്ത് കാത്തിരുന്ന സ്നേഹപിതാവ് കാരുണ്യപൂർവ്വം അവളെ സ്വീകരിച്ചു. ജീവിതകാലത്ത് സ്വയം ചെറുതായ ചെറുപുഷ്പം വിശുദ്ധരിൽ ആദ്യ ഗണത്തിലാണ്. സകല വചനപ്രഘോഷകരുടെയും മധ്യസ്ഥ കൂടിയാണ്. മരണത്തെ പേടിക്കാതെ കൂട്ടുകാര എന്ന് വിളിച്ച് സ്നേഹിച്ചു. സ്വർഗം പോകാൻ മരിക്കണമല്ലോ. സ്നേഹത്തിൻ്റെ പൂമാരി ഭൂമിയിലേക്ക് ധാരാളമായി വർഷിക്കുന്നതിന് വേണ്ടി 1897 സെപ്റ്റംബർ മാസം 30 ആ കൊച്ചു പൂവ് ഭൂമിയിൽ അറ്റുവീണു, സ്വർഗത്തിൽ മുളപൊട്ടി. നമുക്കും ആ വിശുദ്ധിയുടെ മാതൃകയെ പിൻചെല്ലാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ത്രേസ്യായുടെ ഓർമ്മദിനത്തിൻ്റെ നന്മകൾ നേർന്നുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.